CPM നേതൃത്വത്തെ പിടിച്ചുലച്ച് കത്തുവാദത്തിലെ ആരോപണങ്ങൾ ഉയരുകയാണ്. പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് പോലീസിന് നൽകിയ പരാതിയിൽ ഉന്നത CPM നേതാക്കളുടെ പേരുകളുണ്ട്. ഡോക്ടർ ടി എം തോമസ് ഐസക്, MB രാജേഷ്, പി ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതിയിൽ പറയുന്നത്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും മന്ത്രി MB രാജേഷിൻ്റെയും പി ശ്രീരാമകൃഷ്ണൻ്റെയും ബിനാമിയാണ് താനെന്ന് വിട്ടല വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയേ ശ്രീജിത്ത്, ഈ പരാതിയിൽ എത്രമാത്രം കഴമ്പുണ്ട്? SKN ഗുഡ് മോർണിംഗ്. 2023 പോലീസിന് നൽകിയ പരാതിയിലാണ് രാജേഷ് കൃഷ്ണ ഇത്തരത്തിൽ ഉന്നത ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടതായും അവരുമായി ഇടപാടുകൾ നടത്തിയതായും ഈ ഷർഷാദ് എന്ന വ്യക്തി ആരോപിക്കുന്നത്. ആരോപണത്തിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന കാര്യത്തിൽ പോലീസും മറ്റും ഇതുവരെ ഒരു അന്വേഷണം നടത്തുകയോ അതിനുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുകയോ ചെയ്തിട്ടില്ല. ഈ ഷർഷാദ് പരാതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാം, ഒപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്, MB രാജേഷ്, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവരുടെ ബെനാമിയായാണ് താൻ പ്രവർത്തിക്കുന്നതെന്നാണ് രാജേഷ് അവകാശപ്പെടുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ അവരുടെ ഫണ്ട് മറ്റും മാനേജ് ചെയ്യുന്ന കെയർടേക്കറായി താൻ പ്രവർത്തിക്കുന്ന അവകാശപ്പെട്ടു. അങ്ങനെ തന്നെ ഇന്റിമിഡേറ്റ് ചെയ്യാനുള്ള ശ്രമം പലതവണ നടത്തി. മാത്രമല്ല, ഇത്തരം രാജേഷിന്റെ ആവശ്യങ്ങൾക്കായി മറ്റും ബാങ്കിൽ മറ്റും വിളിച്ച് ഇടപാടുകൾ സെറ്റിൽമെന്റുകൾക്കും മറ്റുമുള്ള നിർദ്ദേശം നൽകി. ഇതിനൊക്കെ ബാങ്ക് അധികൃതർ അത്ഭുതം എന്ന തരത്തിലാണ് വിശേഷിപ്പിച്ചതെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPM-ലെ പാർട്ടി പോരിന്റെ ഭാഗമായി പുറത്തുവരുന്ന വിവരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെ പാർട്ടി നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ലഭ്യമായിട്ടില്ല. വിവരങ്ങൾ നൽകിയത്